നമ്മളിപ്പോ വരുന്ന വഴിക്ക് ഒരു കിഡു ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് കണ്ട്, ചെറിയൊരു ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് പോലുണ്ട്. പക്ഷെ നമ്മളിവിടെ നിൽക്കുമ്പോഴേ ഈ വണ്ടികൾ പോകുമ്പോൾ കുലുങ്ങും ഇങ്ങനെ. കുറച്ച് കരിമ്പ എടുത്ത് കടിക്കാന്ന് വിചാരിച്ചു. റെയിൻ ഫോറസ്റ്റിലെ ഒരു വാട്ടർഫോൾ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ കാണാൻ പോകുന്നത്. നമ്മളിപ്പോ അങ്ങനെ ഈ വാട്ടർഫോളിന്റെ നേരെ ഫ്രണ്ട് വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മള് ഈ കാപ്പി കണ്ടുപിടിക്കാൻ പോകുന്ന പരിപാടി നിർത്തി ഇന്നലത്തെ ഇതോടും കൂടെ. അപ്പം ഇന്ന് തൊട്ട് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ഇവിടെ വീട്ടിൽ കാപ്പി ഉണ്ടാക്കാം. ഞാന് നമ്മുടെ നാട്ടിലെ ഇച്ചിരി ബ്രൂ കാപ്പിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ കാപ്പി ഉണ്ടാക്കേണ്ട നമ്മുടെ നാട്ടിലെ രീതിയിലുള്ള പാത്രങ്ങളൊന്നും കണ്ടില്ലായിരുന്നു. അപ്പം ഇവിടുത്തെ ഒരു ടീ മേക്കർ പാത്രമുണ്ട്, അതിൻ്റെ അകത്ത് നമ്മൾ കാപ്പി ഉണ്ടാക്കുവാണ്. എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. ഇന്നൊരു ഫുൾ അഡ്വഞ്ചർ ട്രിപ്പ് എടുക്കാനായിട്ട് പോകണം. അപ്പൊ ട്രാവൽ ആൻഡ് വിത്തസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ നമ്മുടെ കോസ്റ്ററിക്ക ട്രിപ്പ് നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്യുവാണ്. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ലാ ഫോർട്ടൂന എന്ന് പറയുന്ന ഒരു വാട്ടർഫോൾ കാണാനായിട്ടാണ്. അതേപോലെ തന്നെ നമ്മൾ അർണേൽ വോൾക്കനോയും കാണാൻ നമ്മൾ പോകുന്നുണ്ട്. കിഡു ലൊക്കേഷൻസ് ആയിരിക്കും. അതുപോലെ പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. വോൾക്കനോ അത്ര പീസ്ഫുൾ ആയിരിക്കത്തില്ല കേട്ടോ. അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുവാണ് ഇത് ലൈക്ക് ചെയ്യണം, ഇത് ഷെയർ ചെയ്യണം. ഞങ്ങളെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. ഇതിനു മുമ്പിൽ നമ്മൾ ഇട്ട കോസ്റ്ററിക്ക വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയെന്ന് കാണണം. അപ്പോൾ നമുക്ക് കോസ്റ്ററിക്ക ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നമ്മൾ നമ്മുടെ വോൾക്കനോയും വാട്ടർഫോളും കാണാൻ പോകുന്ന വഴിയിലാണ്. പോകുന്ന വഴി നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ചെറിയ നമ്മുടെ നാടൻ സ്റ്റൈൽ ഒരു ടൗൺ വന്നു. നമ്മൾ അതൊക്കെ കണ്ട് എൻജോയ് ചെയ്തിങ്ങനെ പോവാണ്. നമ്മൾ പോകുന്ന വഴി വിശന്നു. അപ്പം നമ്മൾ രാവിലെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ്, ചെറുതായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിർത്തിയതാണ്. റെസ്റ്റോറൻ്റ് ഉണ്ടോ? നമ്മളപ്പം കഴിക്കാൻ വാങ്ങിച്ച സാധനമാണ്. ഇതൊരു ടാക്കോ ഇങ്ങനെ റാപ്പ് ചെയ്ത് വെച്ചവരുണ്ട്. പക്ഷെ ഇത് ചിക്കനാണ് ഞാൻ വാങ്ങിച്ചത്. ഇതിൻ്റെ അകത്ത് ഈ രണ്ട് സോസും കൂടെ ഒഴിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ മലയാളം മൂവി യോധയ്ക്കകത്ത് ജഗതി പറഞ്ഞതിൽ ഈ ഫോറസ്റ്റ് മൊത്തം കാടാണ് എന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ ഈ പോകുന്നത് അടിപൊളി ഒരു റെയിൻ ഫോറസ്റ്റിൽ കൂടാണ്. ഒത്തിരി ആനിമൽസ് ഉണ്ട്, ലെപ്പേർഡ്, പിന്നെ നമുക്ക് അറിയാൻ വയ്യാത്ത തന്നെ രീതിയിലുള്ള ഒത്തിരി ആനിമൽസ് ഒക്കെ ഉണ്ട്. നല്ല കൂൾ വെതർ. നമ്മൾ വിൻഡോ ഒക്കെ ആക്ച്വലി താത്തിട്ടേക്കുമായിരുന്നു നമ്മളിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അടിപൊളി ഫീലിംഗ് ആണ് ഇതുവഴി ഇങ്ങനെ ചില്ല് ചെയ്ത് ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട്. പക്ഷെ ഒരു 4x4 വണ്ടി എടുക്കാവും, അല്ലെങ്കിൽ ഇതുവഴി പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്ന് വെച്ചാൽ ഭയങ്കര കുത്തിനെയും കർവ് സൈഡ് റോഡും പിന്നെ ഒത്തിരി ടേൺസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മേക്ക് ഷുവർ ഒരു 4x4 ഉള്ള വണ്ടിയുമായിട്ട് ഇവിടെ വരാം. ഇവിടെ ഇഷ്ടം പോലെ വെജിറ്റബിളും ഫ്രൂട്ട്സ് ഒക്കെ ഉള്ള പ്ലാന്റേഷൻസ് അവിടെ ഉണ്ട്. ചെറിയ റാഞ്ചുകൾ. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാനൊരു കാര്യം പറഞ്ഞു, ഇവിടെ നമ്മുടെ മലയാളികൾക്ക് ഇഷ്ടം പോലെ ഇതുപോലെ പ്ലാന്റേഷൻസ്, റാഞ്ച്, അങ്ങനെയൊക്കെയുള്ള പരിപാടീസ് എല്ലാം ഇവിടെ ഒത്തിരി ഉണ്ട്. നമ്മൾ പണ്ടേ നല്ല കർഷകരല്ലേ. ഇവിടെ നമ്മളെ നാടിനുമായിട്ട് ഒത്തിരി സിമിലർ ആയതുകൊണ്ട്, വെതറും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒത്തിരി സിമിലർ ആയതുകൊണ്ട് നല്ല രീതിയിൽ ഇവിടെ ഫ്രൂട്ട്സും പിന്നെ വെജിറ്റബിൾസും ഒക്കെ ഗ്രോ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ നമ്മളിപ്പോ വരുന്ന വഴിക്ക് ഒരു കിഡു ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് കണ്ട്. അപ്പൊ നമ്മൾ അവിടെ നിർത്തി അടിപൊളി വ്യൂ. അതിന്റെ അടിയിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ചെറിയൊരു ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് പോലുണ്ട്. പക്ഷെ നമ്മളിവിടെ നിൽക്കുമ്പോഴേ ഈ വണ്ടികൾ പോകുമ്പോൾ കുലുങ്ങും ഇങ്ങനെ. ചെറിയ തണുപ്പുണ്ട് നമ്മളിവിടെ വന്നപ്പോഴേ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മളിവിടെ ഒരു കോക്കനട്ടൊക്കെ വെക്കുന്ന സ്ഥലം കണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ നിർത്തി. നല്ല ഇങ്ങനെ എന്താ പറയുന്നത്, നല്ല സുഖമുള്ള ഒരു വെതറാണ് ഇപ്പം. നല്ല തണുപ്പ്, ചെറിയ തണുപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇച്ചിരി കോക്കനട്ടൊക്കെ കുടിച്ചെന്ന് അടിപൊളി കരിമ്പിൻ ജ്യൂസ് നമ്മൾ കുടിച്ചു കുറച്ച് മുമ്പ്. ഇപ്പം കുറച്ച് കരിമ്പ എടുത്ത് കടിക്കാന്ന് വിചാരിച്ചു. ഇവിടെ അതെ കുറേ ഇരിപ്പുണ്ട്. എന്നാൽ നമ്മളൊരു പീസ് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഒന്ന് കടിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റ്. ഇതുപോലെ നല്ലൊരു മഴയ്ക്ക് വന്ന് ഇച്ചിരി കരിക്കും കരിമ്പിൻ ജ്യൂസും ഒക്കെ കുടിക്കാൻ വേണ്ടി പറ്റിയൊരു വെതറും അതിൻ്റെ ആ ഒരു കാലാവസ്ഥയാണ്. നിങ്ങളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടെ സന്തോഷമായിരുന്നു തന്നെ. കരിക്ക് കഴിക്കാൻ പോവാണ്. നല്ല എള്ളം കരിക്ക്.
നമ്മളപ്പോൾ ഇവിടാണ് വന്ന് കോക്കനട്ടും ഷുഗർ കെയിനൊക്കെ വാങ്ങിക്കുക. ഇവിടെ ആൾക്കാർ കുതിരയിലൊക്കെ വരുന്നതാട്ടോ. നമ്മളങ്ങനെ ഫോർത്തൂണ വാട്ടർഫോളിൽ വന്നിരിക്കുകയാണ്. ഇവിടെ പക്ഷേ ഡ്രോൺ എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് ചെറിയൊരു വിഷമമാണ്. എനിക്ക് ഡ്രോൺ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത്. നമ്മളങ്ങനെ ഇത് ചെക്ക് ഇൻ ചെയ്യാനായിട്ടുള്ള സ്ഥലമുണ്ട് ഇവിടെ. അവിടോട്ട് നമ്മൾ പോവാണ്. $20 ഒരാൾക്ക് ഇവിടെ ഈ വാട്ടർഫോൾ കാണാൻ പോകാൻ വേണ്ടിയിട്ടുള്ളത്. നമ്മൾ ഇത് കൊടുത്താലേ നമുക്ക് റിസ്പാൻഡ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഫോർട്ടൂൺ വാട്ടർഫോളോട് നമുക്ക് ജസ്റ്റ് വ്യൂ മാത്രം കാണണമെങ്കിൽ ഇവിടെ അടുത്താണ്. അല്ലെങ്കിൽ നമ്മളൊരു 15 മിനിറ്റ്സ് നടന്നാലേ നമുക്ക് അവിടെ ചെല്ലാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആ 15 മിനിറ്റ്സ് നടക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ്. വാട്ടർഫോളിൻ്റെ അടുത്തോട്ട് പോവാണ്. അപ്പോൾ ഈ പച്ച ബ്രിഡ്ജ് നമ്മൾ ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ട് പോകണം. ചെറുതായിട്ട് മഴയുണ്ട് ഇപ്പം, അതുകൊണ്ട് ചെറിയ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മളപ്പോൾ റെയിൻ ഫോറസ്റ്റിലാണ്. ഇങ്ങനെ റെയിൻ ഫോറസ്റ്റിലെ ഒരു വാട്ടർഫോൾ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ കാണാൻ പോകുന്നത്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ നമ്മൾ നമ്മുടെ വാട്ടർഫോള് നേരെ ഫ്രണ്ടിലായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതിന്റെ ഫുൾ വ്യൂ കിട്ടും. നമ്മൾ താഴോട്ട് നിന്ന് കഴിഞ്ഞാൽ വെള്ളത്തിലൊക്കെ ഇറങ്ങാം. ഇറങ്ങി ഒന്ന് കുളിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് പോകാം. വാട്ടർഫോളോട്ടുള്ള സ്റ്റെപ്സ് ആണിത്. നമുക്ക് നടന്നു പോകേണ്ട സ്റ്റെപ്പുകളാണ് അതല്ല. നോക്കിയേ, ഇത് താഴോട്ട് ഇറങ്ങി പോകാനായിട്ട് ഈസിയാണ്. പക്ഷെ അയ്യോ, തിരിച്ച് കയറി വരുന്നതായിരിക്കും ഒരു 1.5 പണിയായിരിക്കും. ഓക്കെ, ഈ കാട് മൊത്തം ഫോറസ്റ്റ് ആണ്. ഇതിൻ്റെ നിൽക്കുന്ന ട്രീകളൊക്കെ ഉണ്ട്. ട്രീയുടെ സൈസ് ഒക്കെ ഉണ്ട്. ഈ ട്രീയുടെ വിത്ത് നോക്കി. നമ്മൾ അതിന്റെ അടുത്ത് നിൽക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് എന്ത് വലുതാണ്. ടയർഡായി. നമ്മള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പകുതി പോലും എത്തിയില്ല. നമ്മള് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് മുകളിലോട്ട് വരണമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. ഇത് എത്ര സ്റ്റെപ്പ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യണ്ടായിരുന്നു. 1.5 നടത്തുവായത്. നല്ല എക്സസൈസാ. ഇനി ഒരു 2 ആഴ്ചത്തേക്ക് എക്സസൈസ് ഒന്നും ചെയ്യാൻ പോകണ്ട. നമ്മളെത്തി ഗൈസ്. നമ്മള് ഈ വാട്ടർഫോളിന്റെ ഏറ്റവും താഴെ അടുത്തായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പൊ എക്സൈറ്റഡ്. അതിൻ്റെ ഒന്ന് ചാടണം. ഇവിടെ എല്ലാ ആൾക്കാര് നിൽക്കുന്നത് നമുക്ക് കാണാം. Pantuna Falls, one of the oldest waterfalls in Costa Rica. നമ്മളിപ്പോ അങ്ങനെ ഈ വാട്ടർഫോളിന്റെ നേരെ ഫ്രണ്ട് വന്നിരിക്കുകയാണ്. എന്ത് പ്രഷറിലാണ് ഈ വെള്ളം വീഴുന്നതെന്ന് നമ്മൾ ഇതിന്റെ അടുത്ത് വന്നാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഞാൻ ആദ്യമായിട്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു വാട്ടർഫോളിന്റെ അടുത്ത് ഇങ്ങനെ വന്നിരിക്കും. നമ്മൾ നയഗ്ര ഫോൾസിലൊക്കെ പോയതാണ്. പക്ഷെ എന്നാലും നയഗ്ര ഫോൾസ് അതിനെക്കാളും ഡിഫറെന്റ് ആണ്. എന്താ വെച്ചാൽ ഇതൊരു റെയിൻ ഫോറസ്റ്റിന്റെ മിഡിലായിട്ടാണ് ഇതുള്ളത്. ഇവിടെല്ലാം വന്ന് ആൾക്കാർക്ക് ഇരിക്കാനായിട്ടുള്ള സ്ഥലമുണ്ട്. ഇവിടെ താഴെ പോലീസുകാരൊക്കെ ഒത്തിരി ജോലി ചെയ്യുന്നുണ്ട്. പോലീസുകാര്, ലൈഫ് ഗാർഡ്സ് ഒക്കെ. അപ്പം അതുണ്ടോ ഇതിന്റെ ഏത് സൈഡിൽ നോക്കിയാലും കിട്ടു വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതെ, ചെറിയ അരുവിയായിട്ട് ഇങ്ങനെ നമ്മുടെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ. ഇതൊക്കെയാണ് പീസ്ഫുൾ ലൈഫില് അല്ലെ. വാട്ടർഫോള് താഴോട്ട് വരുന്ന സ്ഥലമാണ്. എന്ത് പീസ്ഫുൾ ആണെന്ന് നോക്കി. ഇവിടെ അവിടെ എല്ലാം നോക്കി കഴിഞ്ഞാൽ പായല് ഇതിന്റെ പുറകിലെല്ലാം ഉണ്ട്. നോക്കിയേ, ഈ ഒരു ഇലയുടെ സൈസ് കണ്ടോ? ഇതാണ് റെയിൻ ഫോറസ്റ്റിലെ ഇലയുടെ സൈസും നമ്മുടെ നാട്ടിലെ ഇലയുടെ സൈസും. ഒരു തണ്ടാണ്, ഒരു ഒറ്റ ഇലയാണത്. നമ്മളങ്ങനെ നമ്മുടെ വാട്ടർഫോൾ കണ്ടു കഴിഞ്ഞിട്ട് ഇനിയും കയറാൻ പോവാണ്. സംഭവം 1.5 ഓട്ടമാണ്. ഇവിടെ ആൾക്കാരെ കൊച്ചുങ്ങളെ കൊണ്ടൊക്കെ വരുന്നുണ്ടോ.
കൊച്ചിനെ ഒരു കൂട്ട് വെച്ചോണ്ടായിരുന്നത്. ഞങ്ങളെല്ലാവരും ടയർഡായി. ഈ ക്ലൈം ചെയ്ത് ഓ നീ ടയർഡാണോ? അതെ, ഇത്രയും ടയർഡാവുമെന്ന് വിചാരിച്ചില്ല. മോളിയൊക്കെ പോയി. അങ്ങനെ നമ്മൾ പടികളെല്ലാം കയറി നമ്മൾ മുകളിൽ വന്നിരിക്കുകയാണ്. ഓ ടയർഡായി, പക്ഷെ അടിപൊളി വ്യൂ ആയിരുന്നു. ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ വ്യൂ. നമ്മുടെ വണ്ടി ഓടിച്ചോണ്ട് നമ്മളൊരു ഓഫ് റോഡിങ് പോവാണ് കേട്ടോ. എന്ത് ചളവായിട്ടിരിക്കുന്ന റോഡാന്നേക്ക്. അപ്പൊ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് വോൾക്കാനോ കാണാൻ പറ്റത്തില്ല, ഒത്തിരി ഫോഗിയാണ്. അതുകൊണ്ട് ഒരു ഒബ്സർവേഷൻ ഡെക്ക് ഉണ്ട്, അവിടെ പോവാണ്. പക്ഷെ നമുക്ക് അവിടെ നിന്നാലും ഒന്നും കാണാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ അവിടെ ഒരു പോവാണ്. നമ്മളിപ്പോൾ ഇവിടെ റെസ്റ്റോറൻറ്റ് വന്നേക്കുവാണ്. ഇത് ആക്ച്വലി ഒരു റിസോർട്ടാണ്, അടിപൊളി റിസോർട്ടാണ് ഇത്. ഇവിടെ അടുത്ത വട്ടം വരുമ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ അടുത്ത് എവിടെയെങ്കിലും അർണേലിൽ എവിടെയെങ്കിലും വന്ന് നിൽക്കണമെന്നുണ്ട്. അപ്പോൾ അതാണ് വോൾക്കാനോ. പക്ഷെ നമുക്ക് കാണാൻ പറ്റത്തില്ല, മൊത്തം ക്ലൗഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. നമ്മൾ കണ്ട വോൾക്കാനോ ഈ മുകൾ ഭാഗം നമുക്ക് കാണാൻ പറ്റത്തില്ലായിരുന്നേ ഉള്ളൂ. ഇവിടെ കാണാൻ പറ്റുന്ന ബേർഡുകളൊക്കെയാണ്. നോക്കിയേ, എന്തും വേണ്ടി വെറൈറ്റി ആയിട്ടുള്ള ബേർഡുകളാണ്. ഇവിടെ എല്ലാം ഇങ്ങനെ കുരങ്ങുകളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി പോകുന്ന നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ വോൾക്കാനോ കാണാനായിട്ട് വന്നു, പക്ഷെ നമുക്ക് കാണാൻ പറ്റിയില്ല. അതിൻ്റെ വ്യൂസ്, അതിൻ്റെ സൈഡിലത്തെ വ്യൂസ് എല്ലാം നമ്മൾ കണ്ടു. ഒരു ചെറിയൊരു ലേക്ക് പോലെ ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം ഫോഗിയായിട്ട് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ഫുള്ള് കാണാൻ പറ്റിയില്ല. പക്ഷേ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യണം, ഇത് ഷെയർ ചെയ്യണം. ഞങ്ങൾ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് ഒരു അടുത്ത വീഡിയോ കാണാം. ബൈ.